കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ഏക പ്രതീക്ഷയായി 1990-ൽ രൂപീകൃതമായ 20 ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ക്ഷേമനിധിയായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ദയാവധത്തിന് വിധിക്കരുതെന്ന് ആരാടൻ ഷൗക്കത്ത് MLA ആവശ്യപ്പെട്ടു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 16 മാസമായി പെൻഷൻ കുടിശ്ശികയാണ്. വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, മരണാനന്തരാനുകൂല്യം, ചികിത്സാ സഹായം എന്നീ അടിയന്തര ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നൽകുന്നില്ല. ഈ കാരണത്താൽ പകുതിയിലധികം തൊഴിലാളികൾ ഈ വർഷം അംഗത്വം പുതുക്കിയിട്ടില്ല. കുടിശ്ശികയായി നൽകുവാനുള്ള ഈ ആനുകൂല്യങ്ങൾ നൽകണമെങ്കിൽ 1500 കോടി രൂപ വേണമെന്ന് പറയുന്നു. തൊഴിൽ വകുപ്പിൽ നിന്നും കെട്ടിടോടമകളിൽ നിന്നും സൈസ് പിരിവ് നടത്തുന്നില്ല. ഇതിനുവേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ ഇപ്പൊ തരാ എന്നും പറഞ്ഞു വാങ്ങിയതാ. ഇപ്പോ ആ കാശും ഇല്ല. മാത്രമല്ല, നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു 16 മാസമായി. മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യം ലഭിച്ചോ? കഴിഞ്ഞ കാലത്ത് മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രസവാനുകൂല്യം ലഭിക്കുന്നുണ്ടോ? 4 വർഷമായിട്ട് പ്രസവാനുകൂല്യമില്ല, വിദ്യാഭ്യാസാനുകൂല്യമില്ല. ധർണയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പറും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഇഫ്തിഖാറുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് ഓമാനൂർ, ഭാസ്കരൻ തിരുവാലി, കുഞ്ഞാമുട്ടി തിരൂർ, TK വേലായുധൻ, അബൂബക്കർ കുട്ടി, C വേണുഗോപാലൻ, സുബ്രഹ്മണ്യൻ, NH കോളനി, അലവിക്കുട്ടി തിരുവാലി എന്നിവർ പ്രസംഗിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.